ഹായ് ഫ്രണ്ട്സ്, പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും അവിയൽ വെക്കാൻ അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാനിന്ന് ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരുപാട് പച്ചക്കറിയൊന്നും ഞാൻ ഇടുന്നില്ല. പടവലങ്ങ, തക്കാളി, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക ഇതൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാലും അതെങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി കാച്ചിലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏത്തക്കയാണ്, പിന്നെ ഒരു ചേമ്പ്, 2 വഴുതനങ്ങ, ഒരു സവാള. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചേർത്ത് നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കറിവേപ്പിലാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെന്നെടുക്കണം. ഇനി നമുക്ക് പച്ചക്കറി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി പച്ചക്കറി ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇടുന്നത് അവിയലിനൊരു നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് അത് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പച്ചക്കറിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പകുതി പച്ചക്കറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടിയിലൊരു ബാച്ചിട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ അരപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ വീണ്ടും പച്ചക്കറി അരിഞ്ഞത് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ടിത് കുക്കറിൽ വെച്ച് ഒരു 3 വിസിലടിക്കണം. വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തൈരാണ്. ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈരിന് പകരം നിങ്ങൾ അരപ്പരയ്ക്കുന്ന സമയത്ത് തൈരില്ലെങ്കിൽ പുളി, നമ്മളെ വാളം പുളിയില്ലേ, അത് അരയ്ക്കാം. ഇല്ലെങ്കിൽ ഈ പച്ചക്കറിയിലും പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും പുളിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തൈരാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കുറച്ച് എണ്ണയും കൂടെ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ ടേസ്റ്റാണ്. ഇതിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.